ഫോർ കിഡ്സിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ ടോയ് ഷോപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? മാറുന്ന ട്രെൻഡിനനുസരിച്ച് എങ്ങനെ അപ്ഡേറ്റ് ആയിരിക്കാമെന്ന ആശങ്കയിലാണോ? ക്വാളിറ്റി ടോയ്സ് എങ്ങനെ, എവിടുന്ന്, എത്ര വേഗത്തിൽ കിട്ടുമെന്ന് ആലോചിച്ച് വേവലാതിപ്പെടുകയാണോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. സ്മാർട്ട് ഫോൺ കയ്യിലില്ലേ? എങ്കിൽ ഉടൻ തന്നെ ഫോർ കിഡ്സ് ടോയ്സിന്റെ B2B മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ക്വാളിറ്റിയും വൈവിധ്യമായ ടോയ്സ്, ബേബി ക്രാഡിൽസ്, ട്രൈസിക്കിൾസ്, വാക്കർ, മാജിക് കാർ ഉൾപ്പെടെ കിൻഡർ ഗാർഡൻ, സ്കൂൾസ് ഫർണിച്ചർ, കിഡ്സ് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പാർക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഡോർ ഔട്ട്ഡോർ പ്ലേ എക്യുപ്മെന്റ്സുകളും സ്വപ്നതുല്യമായ ഹോൾസെയിൽ വിലയിൽ കേരളത്തിൽ എവിടെയും നിങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ എത്തിക്കും. ലേറ്റസ്റ്റ് മോഡലുകളുടെയും എഡ്യൂക്കേഷൻ ടോയ്സുകളുടെയും വിപുലമായ കളക്ഷൻ, ISC ISO സർട്ടിഫൈഡ് ടോയ്സുകളുടെ വൻ ശേഖരം. ഫോർ കിഡ്സ് ടോയ്സ്, ക്വാളിറ്റി ടോയ്സ് ഫോർ ഫൺ ആൻഡ് ലേൺ. ഫോർ മോർ എൻക്വയറി കോൾ 99517133. ഈ JCB ആണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. അത് ഇത് വന്നിട്ട് ഒരു 2 വർഷം എന്തായി അല്ലെ? ഏകദേശം 1.5 വർഷം. അപ്പൊ ഇനി അപ്കമിങ് പ്രോജക്ട്സ് എന്താണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ്? ഇപ്പൊ വൈഫ് പറഞ്ഞു നേരത്തെ ഏത് സമയത്തും എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റുമായിട്ട് അതിന്റെ ഒരു ഇതിലായിരിക്കും, ഫോക്കസിലായിരിക്കുന്നത്. അപ്പൊ എന്ത് പ്രോഡക്റ്റ് ആണ് ഇനി മനസ്സിലുള്ളത്? തീർച്ചയായിട്ടും, കാരണം JCB എന്നുള്ള എന്റെ ഒരു സ്വപ്നം പോലെ തന്നെയായിരുന്നു അതിന്റെ ലോഞ്ചിങ്ങും അതിന്റെ കസ്റ്റമറായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ റെസ്പോൺസും വളരെ നല്ലതായിരുന്നു. ഇപ്പം ഓരോ മാസവും ആയിരക്കണക്കിന് JCB നമ്മുടെ കുട്ടികൾക്കായിട്ട് നമുക്ക് വിൽക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ലോഞ്ചിങ് ആയിരുന്നു. അതിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പം പുതിയ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നത്. അതും ഈ വരുന്ന ജാനുവരിയിൽ കൊച്ചിൻ അഡ്ലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ വെച്ചിട്ട് IFF എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഒരു അടിപൊളി എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സിബിഷനിൽ ഫോർ കിഡ്സും അതിന്റെ ഭാഗമാണ്. അതിൽ സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും അവിടെ വരും. ആ സമയത്തേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ഒരു പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഫോർ കിഡ്സ്. ഇപ്പോ പ്രവാസികൾക്കൊക്കെ ഒരുപാട് പ്രചോദനമാകുന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റോറിയിൽ വലിയ വെല്ലുവിളികൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ 9 വർഷം മുമ്പ് ഇങ്ങനൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു സ്ട്രഗിളും വെല്ലുവിളികളും ഒരുപാട് വേദനകളും അപ്പ് ആൻഡ് ഡൗൺസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു എന്നുള്ളൊരു ഫീലാണോ ഇപ്പോഴുള്ളത്? മേഡം പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് നമ്മൾ മാനസികമായിട്ട് ഒരുപാട് പ്രിപ്പറേഷൻ ആവേണ്ടതുണ്ട്. ഒരു പ്രവാസ ലോകത്ത് നന്നായിട്ട് ജോലി ചെയ്യുക, നല്ലൊരു ജോലി, നല്ലൊരു ശമ്പളം എല്ലാം കറക്റ്റായിട്ട് പോകുന്ന സമയത്ത് അത് റിസൈൻ ചെയ്ത് പുതിയൊരു പരീക്ഷണത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ചെയ്യാവുന്നതിലും അപ്പുറമാണ്. എന്നെ പോലെ സ്വപ്നം കാണുന്ന ഒരുപാട് പേര് ഗൾഫിലുണ്ടെന്ന് എനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഉറക്കം കെടുത്തുന്ന ഒരു ഡ്രീം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതോട് മുന്നോട്ട് പോവാം. കാരണം അതിനിട്ട് മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. എന്ത് വെല്ലുവിളികൾ നേരിട്ട് കഴിഞ്ഞാലും നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്തത് ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്റെ കാര്യത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ 2015 ഈ ഒരു സംരംഭമായിട്ട് ഇറങ്ങുന്നത്. അതിനുശേഷം ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അറിയാൻ പറ്റാത്ത പോലെ നോട്ട് നിരോധനം എന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വന്ന ഒരു സമയമാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും ഒരുവിധം ആൾക്കാരൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിച്ച സമയമാണ്. കാരണം ആ സമയത്ത് ഞാൻ ചൈനയിലാണ്. ഈ നോട്ട് നിരോധനം കാരണം നമ്മുടെ സമ്പാദ്യം കൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് നാട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ നോട്ടിൽ നിന്നും 0 വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അതിനെ നമ്മൾ നേരിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് 2 പ്രളയം വന്നത്. ആ പ്രളയം വന്ന സമയത്തും അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതലാണ് കോവിഡ് എന്നുള്ള. അപ്പൊ ഈ ഒരു കോവിഡ് സമയത്തൊക്കെ നമ്മുടെ ബിസിനസ് കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിട്ട് നമുക്ക് സ്ട്രീറ്റിലാരും കാണാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, വീട്ടിലുള്ളവർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല എന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തരണം ചെയ്തു വന്ന് അതിന്റെ ശേഷമാണ് അതിന്റെയും അപ്പുറം നിൽക്കുന്ന ഈ BIS എന്നുള്ള ഒരു സിസ്റ്റം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നത്. കാരണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നു ഇനി BIS ഇല്ലാത്ത ഒരു ടോയ്സ് വിൽക്കാൻ പാടില്ല. ആ സമയത്ത് BIS ഉള്ള ടോയ്സ് വളരെ വിളരമായിരുന്നു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതോട് കൂടിയിട്ട് ഒരുവിധം ബിസിനസ്സുകാരൊക്കെ മാറി ചിന്തിച്ചു. പക്ഷെ എനിക്ക് എന്റെ ഡ്രീം ഇതായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ തന്നെ തുടർന്നു. ആ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ
ഒരു ഡിസിഷനാണ് ഫോർ കിഡ്സ് എന്നൊരു സ്ഥാപനത്തിന് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് തുടങ്ങാനുള്ള മാറി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പം പ്രൈം മിനിസ്റ്റർ PMEGP എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളിപ്പം പുതിയ മെഷീനറികൾ വരുന്നുണ്ട്. അടുത്ത മാസം മുതൽ ഫോർ കിഡ്സിന്റെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. യെസ്, അപ്പോ JCB ഒക്കെ പോലെയുള്ള അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ട് എന്ന് ഇപ്പൊ അറിയുന്ന പാരന്റ്സ് ആയിരിക്കും ഒരുപാട് പേരുള്ളത്. അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടി ഉള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് എന്ന് അറിയിക്കുകയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ തീരുകയാണ്.